ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേമ ചാരു ഉണ്ടാക്കിയ കറികളിൽ ഉപ്പ് ചേർക്കുകയാണ്. ആ ഭക്ഷണം കഴിച്ച് എല്ലാവരും ചാരുവിനെ കുറ്റപ്പെടുത്തണം, ഇത് വായിൽ വെക്കാൻ കൊള്ളില്ല എന്ന് പറയണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് കറികളിലൊക്കെ ഉപ്പ് ചേർക്കുന്നത്. പക്ഷേ ചാരുവിൻ്റെ മുന്നിൽ ഹേമ നാണം കെട്ടു പോവുകയാണ്. ഒരു ഭക്ഷണമെല്ലാം ടേബിളിൽ കൊടുന്നു വെക്കുകയാണ്. എന്നിട്ട് എല്ലാവരോടും കഴിക്കാൻ വരാൻ പറയട്ടോ. അപ്പോൾ ഗോവിന്ദനും ബാലനും ആകാശും അശ്വതിയും രമേശനും ഒക്കെ വരികയാണ്. അപ്പോൾ മാറി നിൽക്കുകയാണ് ഹേമ. ഇത് കഴിച്ചിട്ട് അവളെ കുറ്റപ്പെടുത്തുന്നത് കാണാം എന്നുള്ള സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ വായിൽ വെച്ച ഉടനെ തന്നെ ബാലൻ്റെ മുഖം അങ്ങ് വാടി പോവുകയാണ്. അപ്പോൾ ആകാശിൻ്റെയും മുഖം വാടി പോവുകയാണ് കേട്ടോ. എന്നിട്ട് അശ്വതിയും രമേശനും കഴിക്കാണ്. അവർ വായിൽ വെച്ച ഉടനെ തന്നെ പറയുകയാണ്, എന്താണ് ചാരു നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ രമേശൻ പറയണ, അല്ല ചാരു, നിനക്ക് ഇവിടുത്തെ അമ്മയോടല്ലേ ദേഷ്യമുള്ളത്, അല്ലാതെ ഞങ്ങളോടൊന്നുമല്ലല്ലോ. നീ എന്താ ഈ കാണിച്ചിരിക്കുന്നത്, എന്താണ് എന്ന് ചാരു ചോദിക്കുമ്പോൾ അശ്വതി പറയണേ, ഇത് വായിൽ വെക്കാൻ കൊള്ളില്ല, അത്രയ്ക്ക് ഉപ്പാണ് എന്ന് പറയുമ്പോൾ ചാരു, ഉപ്പോ? ഞാൻ ടേസ്റ്റ് ചെയ്തതാണല്ലോ, ഇതിൽ ഉപ്പുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചാരു അതിൽ നിന്ന് കുറച്ച് കറിയെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കേട്ടോ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിൽ നിറയെ ഉപ്പിട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഹേമയെ ചാരു ഒന്ന് നോക്കുന്ന സമയത്ത് ഹേമ അങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ഹേമയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആദ്യം തന്നെ അശ്വതി വിളിക്കുന്നുണ്ട്. അതും ചാരു പറഞ്ഞിട്ട് അമ്മയെ വിളിക്കുക ഭക്ഷണം കഴിക്കാൻ എന്ന് പറയുമ്പോൾ അശ്വതി, അമ്മ വരുന്നില്ലേ ഭക്ഷണം കഴിക്കാൻ, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ കഴിച്ചാൽ മതി എന്ന് അപ്പോഴേ ഹേമ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചാരുവിന് കാര്യം മനസ്സിലാവാണ്, ഇത് ഹേമ തന്നെയാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചിട്ടുള്ളത് എന്ന്. അങ്ങനെ ബാലൻ ചാരുവിന് വിഷമാവണ്ട എന്ന് കരുതിയിട്ട്, കുഴപ്പമൊന്നുമില്ല, ഇതിൽ കുറച്ച് ഉപ്പ് കൂടിയിട്ടുണ്ട് എന്നേ ഉള്ളൂ, എന്നാലും ഇനി അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടി അവർ കഴിക്കാൻ വേണ്ടി ഒരുങ്ങാണ്ട്. അപ്പോൾ ചാരുവിനെ ആകാശം ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇതിൽ ഉപ്പുണ്ട് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ ചാരു അവരോടെല്ലാവരോടും പറയണേ, നിങ്ങൾ ആരും എണീറ്റ് പോവരുത്, ഞാൻ 2 മിനിറ്റിനുള്ളിൽ ഞാൻ ഇത് റെഡിയാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കറി എടുത്തുകൊണ്ട് കിച്ചണിലേക്ക് കയറുകയാണ്. എന്നിട്ട് അവിടെ പോയി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച ശേഷം ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടി പുളിയൊക്കെ പിഴിഞ്ഞ ശേഷം ഈ കറിയിലേക്ക് തന്നെ ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കുകയാണ്. എന്നിട്ട് അവർക്കത് കൊണ്ടു കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് പറയണേ, നിങ്ങൾ ഇനി ഇത് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞ് എല്ലാവർക്കും കറി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും അങ്ങ് വായിൽ വെച്ച ഉടനെ തന്നെ അതിശയിക്കുകയാണ്. അപ്പോൾ ബാലനാണെങ്കിലോ ടേസ്റ്റ് കൊണ്ട് ചാരുവിനെ നോക്കുകയാണ്, ആകാശം നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അശ്വതി പറയണേ, നീ എന്ത് മാജിക് ആണ് കാണിച്ചത് ചാരു, ഇപ്പോൾ കറിക്ക് ഒന്നുകൂടി സ്വാദ് കൂടി, ഉപ്പും കുറഞ്ഞല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടും കൊണ്ട് ഹേമ അതിശയത്തോടു കൂടി നിൽക്കുകയാണ്. ഇവളിപ്പോൾ അടുക്കളയിൽ കയറി എന്ത് മാജിക്കാണ് കാണിച്ചത്, ഇത്ര പെട്ടെന്ന് ആ കറിയിൽ ഉപ്പെല്ലാം കളഞ്ഞ് അതിൽ ടേസ്റ്റ് കൂടാൻ എന്താണ് ഇവൾ കാണിച്ചത് എന്നുള്ള മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും പറയുകയാണ്, ഇപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം മോളെ, നല്ല രുചിയുണ്ട് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഹേമയ്ക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ്. ഇതിപ്പോൾ പാളിപ്പോയല്ലോ, അവൾക്കിപ്പോൾ അഭിനന്ദനമാണല്ലോ കിട്ടിയത്, ഞാൻ വിചാരിച്ചതുപോലെയല്ലല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടായത്, ഇവളാൾ കൊള്ളാലോ, ഇവളാൾ ചില്ലരക്കാരിയല്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കണം. എന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം ബാലൻ ആകാശിനോടും ചാരുവിനോടും പറയാണ്, നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇതുവരെയും അമ്പലത്തിലൊന്നും പോയിട്ടില്ലല്ലോ, നിങ്ങൾ 2 പേരും കൂടി അമ്പലത്തിലേക്കൊന്ന് പോവണം, എല്ലാവരുടെയും കണ്ണും ദൃഷ്ടിദോഷവും ഒക്കെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ആകാശം ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. എന്താ നിങ്ങൾ 2 പേരും കൂടി അമ്പലത്തിലേക്ക് പോകുന്നില്ലേ മോനെ ആകാശ്, നീ എന്താ ഒന്നും മിണ്ടാത്തത്, നിങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഈ അച്ഛൻ അറിയാം, പക്ഷേ നീ നാട്ടുകാരെന്ത് കരുതുമെന്നൊന്നും നീ കരുതണ്ട, കാരണം നീ കളിച്ചു വളർന്നതല്ലേ ചാരുവിൻ്റെ കൂടെ, അതുകൊണ്ട് നീ അതൊന്നും ഇപ്പോൾ നാട്ടുകാരെന്ത് പറയുന്നുണ്ട് എന്നൊന്നും നീ ചിന്തിക്കേണ്ട, നിങ്ങൾ 2 പേരും കൂടി ഒരു അമ്പലത്തിലേക്ക് പോ എന്ന് പറയട്ടോ. അപ്പോൾ ചാരു സ്വകാര്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആകാശിനോട്, ആ പൊയ്ക്കോളാം എന്ന് അമ്മാവിനോട് ഒന്ന് പറ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ആകാശ് അപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കാണ്ട്. അപ്പോൾ ചാരു പറയണേ, എനിക്കൊരു ആഗ്രഹമുണ്ട് ബാലമാമേ. എന്താ മോളെ, എന്ത് ആഗ്രഹമാണ് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിനെന്താ മോളെ, നമുക്കൊരു ദിവസം എല്ലാവർക്കും കൂടി പോവാം, പക്ഷേ ഇപ്പം നിങ്ങൾ 2 പേരും ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലൊന്ന് എന്നിട്ട് 2 പേരും മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ഒരുമിച്ച് ഒന്ന് എവിടേക്കെങ്കിലും പോയാൽ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നവും വിഷമവും ഒക്കെ ഒന്ന് മാറും എന്ന് പറയണം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് സമ്മതം കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ബാലനും ഗോവിന്ദനും അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ആകാശിനോട് ചാരു പറയണം, അക്കുച്ചേട്ടൻ്റെ മാനസികാവസ്ഥ എനിക്ക് നല്ലതുപോലെ അറിയാം, അതുകൊണ്ട് നമുക്കിപ്പോൾ അമ്പലത്തിലേക്ക് പോവണ്ട, ഞാൻ അമ്മാവനോട് പറഞ്ഞോളാം, അമ്മാവൻ തന്നെ എന്നോട് പോവണ്ട എന്ന് പറഞ്ഞോളും, അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം, അക്കുച്ചേട്ടൻ പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറയട്ടോ. അപ്പോൾ അതെന്താ, നീ എന്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ
അല്ല എനിക്ക് മെൻസസ് ആയി എന്ന് ഞങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ, അപ്പോൾ എന്തായാലും ബാലമാമ അമ്പലത്തിലേക്ക് പോവണ്ട എന്ന് പറയല്ലോ, ഞാനത് പറഞ്ഞോളാം. അപ്പോൾ ആകാശ് പറയണ അത് വേണ്ട, അച്ഛനെല്ലാം മനസ്സിലാവും, കള്ളം പറയുകയാണെന്ന് കണ്ടാൽ അച്ഛൻ അത് വല്ലാത്ത വിഷമാവും, അതുകൊണ്ട് അമ്പലത്തിലേക്കല്ലേ, കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് പോവാം, വെറുതെ കള്ളം പറയാനൊന്നും നിൽക്കണ്ട എന്ന് പറയട്ടോ. അങ്ങനെ ചാരു ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് പോവാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആകാശ് ചാരുവിനെയും കൂട്ടി ബൈക്കിൽ അമ്പലത്തിലേക്ക് പോവാട്ടോ. അപ്പോൾ ചാരു ആകാശിനെ ഒന്ന് തൊടുന്നത് പോലുമില്ല. അവർ രണ്ടുപേരും ബൈക്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ചാരുവിനെ ആകാശ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, ചാരു ആകാശിനെയും നോക്കുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിലെത്തിയ ശേഷം രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കുകയാണ്. ചാരു ദൈവത്തിൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് വെറുതെ അക്കുചേട്ടനെ ബുദ്ധിമുട്ടിച്ചത്, ഞാൻ ജനിച്ചത് തന്നെ ഒരു തെറ്റാണ്, ഞാൻ കാരണം ഇപ്പോൾ എത്ര പേരാണ് ബുദ്ധിമുട്ടുന്നത്, ഒരു തെറ്റും ചെയ്യാത്ത അക്കുചേട്ടനാണ് ഇപ്പോൾ ഞാൻ കാരണം എന്നെ താലി കെട്ടിയത് കൊണ്ട് ബുദ്ധിമുട്ടുന്നത്, എന്തിനാണ് അക്കുചേട്ടനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചത് ഈശ്വര, ഇതിൽ കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിച്ചത്, തെറ്റ് ചെയ്തവർക്കല്ലേ ശിക്ഷ കൊടുക്കേണ്ടത്, എന്തിനാണ് അക്കുചേട്ടനെ വെറുതെ ബുദ്ധിമുട്ടിച്ചത്, കാരണം ഇപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടുകയാണ്, എന്തിനാണ് എനിക്ക് ഈ ജന്മം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാണ്ട്. അങ്ങനെ പ്രസാദം കൊടുന്നു കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും സ്വയം പ്രസാദം തൊടുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു വയസ്സായ സ്ത്രീ ഇരിക്കുന്നത്. എന്നിട്ട് ആ സ്ത്രീ പറയണ, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അടുത്ത് കല്യാണം കഴിഞ്ഞവരാണെന്ന് തോന്നുന്നല്ലോ, അപ്പോൾ എന്താണ് നിങ്ങൾ സ്വയം പ്രസാദം തൊടുന്നത്, നിന്റെ ഭർത്താവല്ലേ അടുത്ത് നിൽക്കുന്നത്, അപ്പോൾ ഭാര്യയുടെ നെറ്റിയിൽ പ്രസാദം തൊട്ട് കൊടുക്കേണ്ടത് ഭർത്താവാണ്, അതാണ് ഐശ്വര്യം, അതുകൊണ്ട് അത് ചെയ്യേ എന്ന് പറയട്ടെ. അങ്ങനെ ആ സ്ത്രീയുടെ നിർബന്ധത്തിന് ആകാശ് ചാരുവിൻ്റെ നെറ്റിയിൽ പ്രസാദം തൊട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ പറയണേ, നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിക്കും, നിങ്ങൾക്ക് ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ആകാശും ചാരുവും അമ്പലത്തിൽ നിന്നും ബൈക്കിൽ കയറി തിരിച്ചു പോവാട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും പോകുന്ന സമയത്ത് ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്നാണ് ചാരുവിൻ്റെ കാലിൽ കിടക്കുന്ന ആ പാദസരത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത്. അരവിന്ദൻ ചാരുവിൻ്റെ കാലിൽ കെട്ടിക്കൊടുത്ത ആ പാദസരം, അത് ഇനി എൻ്റെ കാലിൽ അണിയാൻ എനിക്ക് പാടില്ല, അത് എത്രയും പെട്ടെന്ന് അഴിച്ചു കളയണം എന്ന് ചാരു മനസ്സിൽ ചിന്തിക്കാണ്ടോ. എന്നിട്ട് ആകാശിനോട് പറയണ, അക്കുചേട്ടാ ബൈക്ക് ഒന്ന് നിർത്തുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ബൈക്ക് ഒരു സൈഡിലേക്ക് നിർത്തിയ ശേഷം, എന്താണ്, അല്ല എൻ്റെ കാലിലുള്ള ഈ പാദസരം ഇതെനിക്കിനി അണിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലിലെ പാദസരം ഊരിയെടുക്കുകയാണ് കേട്ടോ. ഇത് ആർക്കും ദാനമായി കൊടുക്കാനും കഴിയില്ല, ഇത് അമ്പലത്തിൽ തന്നെ അവിടെ തന്നെ ഉപേക്ഷിക്കണം, ഞാൻ അത് മറന്നു പോന്നതാണ്, ഒന്നുകൂടി അമ്പലത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റും, കാരണം അരവിന്ദേട്ടൻ എൻ്റെ കാലിൽ ഈ പാദസരം ഇട്ട് തന്നത് അവർ നല്ല മനസ്സോടെയല്ല, അവർ വാങ്ങിയ ഈ പാദസരം എനിക്ക് അണിയാനുള്ള ഒരു അർഹതയുമില്ല, ഇതെനിക്ക് അണിയാൻ പാടില്ല, അതുകൊണ്ട് എനിക്കിത് ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ, അതിന് ഇത് അരവിന്ദേട്ടൻ വാങ്ങിയതല്ല എങ്കിലോ എന്ന് പറയുമ്പോൾ, പിന്നെ ഇത് ആര് വാങ്ങിയതാണ് എന്ന് ചോദിക്കട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറയാണ് ആകാശ്, ഞാൻ തന്നെയാണ് വാങ്ങിച്ചു കൊടുത്തത്, ഞാൻ പറഞ്ഞിട്ടാണ് അന്ന് പാദസരം കൊണ്ടു തന്നത് എന്നൊക്കെ പറയുമ്പോൾ ചാരു അക്കാര്യം ഓർമ്മിക്കാണ്. അരവിന്ദേട്ടനെ ഇതൊക്കെ ആരൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് എന്ന് അരവിന്ദനോട് അന്ന് ചാരു പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഓർമ്മിക്കാണ്ട്. അങ്ങനെ ചാരുവിനോട് ആകാശ് അക്കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ ഇനി ആ പാദസരം കളയേണ്ടതില്ല എന്ന് ആകാശ് പറഞ്ഞപ്പോൾ ചാരു ആ പാദസരം പിന്നെ കളയുന്നില്ല കേട്ടോ. അങ്ങനെ ചാരുവിനോട് ബൈക്കിൽ കയറാൻ പറയാണ് ആകാശ്. എന്നിട്ട് ആ പാദസരം കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ സമയം ബാലൻ്റെ അടുത്തേക്ക് ഒരാൾ വരികയാണ് കേട്ടോ. എന്നിട്ട് അയാൾ പറയാണ്, ഇതാ നിങ്ങൾ പറഞ്ഞ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു വലിയ ഫോട്ടോ തന്നെയാണ് കേട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അശ്വതിയും രമേശനും അനുവും കൂടി പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത് ആരുടെ ഫോട്ടോയാണ് എന്ന് ചോദിക്കുമ്പോൾ ബാലൻ പറയാണ്, ആരുടേതാവും, നീ ഒന്ന് പറ അനു എന്ന് പറഞ്ഞപ്പോൾ, ഇത് ചാരു ചേച്ചിയുടെയും ആകാശേട്ടൻ്റെയും അല്ലേ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ രമേശൻ പറയണ, അത് ശരി, കല്യാണം കഴിഞ്ഞവരുടെ ഫോട്ടോ ആണല്ലേ, അപ്പോൾ നമ്മൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയും അശ്വതി ഒരു ചെറിയ ഫോട്ടോ പോലും നമ്മൾ എടുത്തില്ല, അതൊരു മോശമായല്ലോ, ഇനി നമുക്കും വേണം ഇതുപോലെ വലിയൊരു ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ എന്നൊക്കെ പറയണ തമാശയോട് കൂടി രമേശൻ ഓരോ കാര്യം പറയാട്ടോ. അങ്ങനെ ആ ഫോട്ടോ എവിടെയാണ് വെക്കേണ്ടത് എന്ന് അയാൾ ചോദിക്കുമ്പോൾ, കയറി വരുന്നിടത്ത് തന്നെ എല്ലാവരും കാണുകയെ തന്നെ ഈ ഫോട്ടോ ഇരിക്കണം, അതാണ് വേണ്ടത്, ഇതാ ഇവിടെ വെച്ചോ എന്ന് പറഞ്ഞ് ബാലൻ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഫോട്ടോ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, അത് ആകാശിൻ്റെയും ചാരുവിൻ്റെയും ഫോട്ടോ ആണെന്നാണ് എല്ലാവരും കരുതുന്നത്. അതുവരെയും ആ ഫോട്ടോ ഫ്രെയിം ചെയ്തത് പൊതിഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അത് അതുവരെയും അഴിച്ചിട്ടില്ല കേട്ടോ, ആ പൊതിയൊന്നും തന്നെ കളഞ്ഞിട്ടില്ല. അപ്പോഴാണ് അവിടേക്ക് ആകാശും ചാരുവും കൂടി വരുന്നത്. അപ്പോൾ ചാരുവിന് ഒരു വലിയ സർപ്രൈസ് ഒരുക്കിയിട്ടാണ് ബാലമാമ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പൊതി കണ്ടപ്പോൾ
കണ്ടപ്പോൾ, ഫ്രെയിം ചെയ്ത ഫോട്ടോ കണ്ടപ്പോൾ ആകാശും ചാരുവും ഒക്കെ ഇതിപ്പോൾ എന്തായിരിക്കും, ഈ ഫോട്ടോ ആരുടെ ആയിരിക്കും എന്നുള്ള ഭാവത്തിലാണ് രണ്ടുപേരും നോക്കുന്നത്. അപ്പോൾ ബാലൻ ചാരുവിന് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെയാണ് കേട്ടോ ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വലിയ ഒരു ഫ്രെയിം ആക്കിയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ചാരുവിൻ്റെ അമ്മയുടെ ഫോട്ടോ ആയിരിക്കും. ഹേമ ചാരുവിനോട് ചെയ്ത ചതിക്ക് ഹേമയ്ക്കിട്ട് നല്ലൊരു തിരിച്ചടി ആയിട്ടാണ് ആ ഫോട്ടോ ബാലൻ ഫ്രെയിം ചെയ്ത് അവിടെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ തന്നെ വെക്കണമെന്ന് പറയുന്നത്. ഇങ്ങനെ ചാരുവിനോട് തന്നെ ബാലൻ ആ ഫോട്ടോയുടെ പൊതി അഴിച്ചു മാറ്റാൻ പറയാണ്. ചാരു നീ തന്നെ അത് തുറന്നു നോക്ക് എന്ന് പറയുമ്പോൾ ചാരു ഇനി ആ ഫോട്ടോ കണ്ട് അതിശയത്തോടു കൂടി നിൽക്കണം.